റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പോപ്പ് ഫ്രാൻസിസിന്റെ പൊതുദർശനത്തിൽ കണ്ണു നനയിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. 4 ദശകത്തോളം മാർപ്പാപ്പയുമായി സൗഹൃദം കാത്തുസൂക്ഷിച്ച വൃദ്ധയായ കന്യാസ്ത്രീയുടെ സാന്നിധ്യമായിരുന്നു അത്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പ്രായമായ ഒരു കന്യാസ്ത്രീക്കാണ് ഈ സൗഹൃദത്തിന്റെ ഓർമ്മയിൽ മുഴുകാനായി പ്രോട്ടോകോൾ പോലും ലംഘിക്കാൻ അനുമതി ലഭിച്ചത്. ഫ്രഞ്ച് അർജന്റീനിയൻ കന്യാസ്ത്രീയായ സിസ്റ്റർ ജനേവിവ് ജിയാനിൻഡോസ് ആണ് കാലം ചെയ്ത പോപ്പിന്റെ ശവമഞ്ചത്തിന് അരികിലായി നിന്ന് പ്രാർത്ഥിച്ചത്. കർദിനാൾ, ബിഷപ്പ്, മറ്റ് പുരോഹിതർ എന്നിവർക്ക് മാത്രം പ്രവേശനമുള്ള മേഖലയിലാണ് 81-കാരിക്ക് നിൽക്കാനും അടുത്ത സൗഹൃദം പങ്കുവച്ചതിന്റെ സ്മരണയിൽ ദുഃഖം പ്രകടിപ്പിക്കാനും അവസരം നൽകിയത്. ഒരു ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ ശവമഞ്ചത്തിന് അരികിലെത്തിയ സിസ്റ്റർ ജിയാനിൻഡോസിനെ അവിടെ നിന്നും മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. മോശം കുട്ടി എന്ന അർത്ഥത്തിൽ എൽ എൻഫന്റ് ടെറിബിൾ എന്നായിരുന്നു പോപ്പ് ഫ്രാൻസിസ് ഈ കന്യാസ്ത്രീയെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്തിരുന്നത്. തുറന്നുവെച്ച ശവമഞ്ചത്തിന് അരികിൽ അവർ നിശബ്ദമായി നിൽക്കുന്നത് ചുറ്റും കൂടിയവരുടെയും ഹൃദയത്തിൽ ഒരു വിങ്ങലായി മാറി. കുറച്ചു സമയത്തിന് ശേഷം പൊട്ടിക്കരഞ്ഞതോടെ സിസ്റ്റർ കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു. കയ്യിലുണ്ടായിരുന്ന വൈപ്പ് ഉപയോഗിച്ച് കണ്ണു തുറച്ച ശേഷം ഇവർ അവിടെ പ്രാർത്ഥനാപൂർവ്വം തുടർന്നു. പോപ്പിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അന്തിമയാത്ര ചൊല്ലാൻ അവസരം നൽകാനായി ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും പ്രോട്ടോകോൾ നോക്കിയില്ല. പ്രശസ്തമായ ലണ്ടൻ മാരത്തോണിന്റെ 45ാം എഡിഷൻ ഞായറാഴ്ച നടക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 56,000 പേർ ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കും. ഓരോ വർഷവും നിരവധി റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കുന്ന ഈ മാരത്തോണിൽ ന്യൂയോർക്ക്, പാരീസ് മാരത്തോണുകളിൽ കുറിച്ച റെക്കോർഡുകൾ പഴങ്കഥയാകുമെന്ന് കരുതുന്നു. ഗ്രീനിഷ് പാർക്കിൽ നിന്ന് ആരംഭിച്ച് ബക്കിംഗ്ഹാം പാലസ് വഴി ലണ്ടൻ മാളിന് മുന്നിൽ അവസാനിക്കുന്ന മാരത്തോണിൽ ഓട്ടക്കാർ 26.2 മൈൽ ദൂരം താണ്ടും. ടവർ ബ്രിഡ്ജ്, കാനറി വാഫ്, ബിഗ് ബെൻ വഴിയാണ് മാരത്തോൺ കടന്നുപോകുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ മാരത്തോൺ കാണാൻ തടിച്ചുകൂടും. BBC ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും തത്സമയം സംപ്രേഷണം ചെയ്യും. പതിവ് പോലെ കെനിയൻ ഓട്ടക്കാർ ഇക്കുറിയും വിജയസാധ്യതയുള്ളവരിൽ മുൻപന്തിയിലാണ്. വിജയികൾക്ക് 41,000 പൗണ്ടാണ് സമ്മാന തുക. ഇതിനു പുറമെ 2 മണിക്കൂർ 2 മിനിറ്റിൽ ഓട്ടം പൂർത്തിയാക്കുന്ന പുരുഷന്മാർക്കും 2 മണിക്കൂർ 15 മിനിറ്റിൽ താഴെ ഓടിയെത്തുന്ന വനിതകൾക്കും 1,12,000 പൗണ്ട് ബോണസ് നൽകും. മുൻ ക്രിക്കറ്റ് താരങ്ങളായ ആൻഡ്രൂ സ്റ്റോസ്, ആലിസ്റ്റർ കഗ്, കമീഡിയൻ രമേശ് രംഗനാഥൻ, മുൻ ഫുട്ബോൾ താരങ്ങളായ ജാക്ക് വിൽഷെയർ, ജോൺ ടെറി, ലിയാനോഡോ ബനൂച്ചി തുടങ്ങിയ സെലിബ്രിറ്റികളും ഇത്തവണ മാരത്തണിൽ പങ്കെടുക്കുന്നുണ്ട്. 8,40,318 അപേക്ഷകരാണ് ഇക്കുറി ഓട്ടത്തിനായി രജിസ്റ്റർ ചെയ്തത്. ഇവരിൽ നിന്ന് നറുക്കെടുത്താണ് 56,000 പേരെ കണ്ടെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ഏകദിന ഫണ്ട് റൈസിംഗ് ഇവന്റായ ലണ്ടൻ മാരത്തോൺ ഇതിനോടകം 1.3 ബില്യൺ പൗണ്ട് വിവിധ ചാരിറ്റികൾക്കായി സമാഹരിച്ചിട്ടുണ്ട്. ഇത്തവണ ഓടുന്ന 103 ഓട്ടക്കാർ 87 പുതിയ ഗിന്നസ് റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. രാവിലെ 8:50 ആരംഭിക്കുന്ന മാരത്തോൺ 11:30 അവസാനിക്കും. ഞായറാഴ്ച ലണ്ടനിൽ മികച്ച കാലാവസ്ഥയാണ് പ്രവചിച്ചിരിക്കുന്നതും. തെളിഞ്ഞ ആകാശവും ചെറിയ കാറ്റും 13 ഡിഗ്രി ചൂടുമാണ് നിലവിലെ പ്രവചനം. ഉച്ചയോടെ 21 ഡിഗ്രി വരെ താപനില ഉയരുമെന്നും കരുതപ്പെടുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ചാൾസ് രാജാവിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് വില്യം രാജകുമാരൻ. കെൻസിംഗ്ടൺ പാലസ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നൽകി. മറ്റ് ലോക നേതാക്കൾക്കൊപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും സംസ്കാര ചടങ്ങിൽ സംബന്ധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ, ബ്രസീൽ പ്രസിഡന്റുമാർ, UN സെക്രട്ടറി ജനറൽ എന്നിവർ വത്തിക്കാനിലെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തും. അയർലൻഡ്, സ്പെയിൻ, ജർമ്മനി, പോർച്ചുഗൽ, ബെൽജിയം എന്നീ രാജ്യങ്ങളുടെ തലവന്മാരും പ്രത്യേക പ്രതിനിധി സംഘത്തിനൊപ്പം സംസ്കാര ചടങ്ങിനായി എത്തും. യുക്രൈൻ പ്രസിഡന്റ് ഷെലൻസ്കി ഭാര്യയ്ക്കൊപ്പം സംസ്കാരത്തിന് എത്തുമെന്ന് അറിയിച്ചു. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തുമോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണമായിട്ടില്ല. ചാൾസ് രാജാവും പത്നി കാമിലയും തങ്ങളുടെ 20ാം വിവാഹ വാർഷിക ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ച് 20 മിനിറ്റോളം പാപ്പയ്ക്കൊപ്പം സമയം ചിലവഴിച്ചിരുന്നു. ചാൾസ് രാജാവും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമാണ് പോപ്പിനെ അവസാനമായി സന്ദർശിച്ച ലോക നേതാക്കൾ. മരിക്കുന്നതിന്റെ തലേദിവസമാണ് JD വാൻസ് കുടുംബസമേതം മാർപ്പാപ്പയെ സന്ദർശിച്ചത്. ഇനി നാട്ടിലെ വാർത്തകൾ. ഗവിയിലേക്ക് ഉല്ലാസയാത്ര പോയ KSRTC ബസ് കേടായി വനത്തിൽ കുടുങ്ങിയ സംഭവത്തിൽ ഡ്രൈവർക്ക് സസ്പെൻഷൻ. ചടയമംഗലം ഡിപ്പോയിലെ ഡ്രൈവർ അജിയെയാണ് സസ്പെൻഡ് ചെയ്തത്. ബസ് കേടായതിനെ തുടർന്ന് പകരമെത്തിയ ബസ് ഓടിക്കാൻ വിസമ്മതിച്ചെന്ന കാരണം കാണിച്ചാണ് സസ്പെൻഷൻ. പത്തനംതിട്ട ഡിപ്പോയിൽ അറിയിച്ചതിനെ തുടർന്ന് വൈകിട്ട് 3:30 പകരം ബസ് വന്നു. 36 യാത്രക്കാർക്ക് സഞ്ചരിക്കേണ്ട ബസ്സിന് പകരം 32 സീറ്റുള്ള ബസ്സാണ് പത്തനംതിട്ടയിൽ നിന്ന് വന്നത്. പിന്നീട് 70 കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ടിയിരുന്നിട്ടും 4 യാത്രക്കാർ നിന്ന് സഞ്ചരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനാൽ യാത്ര തുടരാൻ തീരുമാനിച്ചു. ബസ് 100 മീറ്റർ പിന്നിട്ടപ്പോൾ ക്ലച്ചിന് തകരാറുണ്ടെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ബസ് നിർത്തി. പഴയ ബസ് ശരിയാക്കിക്കൊണ്ടിരുന്ന മെക്കാനിക്കുകളെ വിവരമറിയിച്ചു. മെക്കാനിക്കുകളെത്തി താൽക്കാലികമായി ക്ലച്ച് ശരിയാക്കി നൽകി. സമയം വൈകുകയും ശക്തമായ മഴയും വന്യമൃഗഭീഷണിയും കാരണം യാത്ര തുടരാൻ സംഘം വിസമ്മതിച്ചു. അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് യാത്ര റദ്ദാക്കി സംഘത്തെ കുമളിയിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ടയിലേക്ക് ബസ്സിലും അവിടെ നിന്ന് ചടയമംഗലത്തും എത്തിച്ചു. യാത്രാസംഘത്തിന് പ്രാഥമിക സൗകര്യവും വെള്ളവും ലഭിക്കാത്തതും ഏറെ വിവാദമായിരുന്നു. ബസ്സുകളുടെ കേടുപാടുകൾക്ക് ജീവനക്കാരെ ശിക്ഷിക്കുന്ന കോർപ്പറേഷൻ നടപടിയിൽ ജീവനക്കാരിൽ അമർഷം പുകയുകയാണ്. ഡ്രൈവർക്കെതിരെയുള്ള നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട യാത്രക്കാരുടെ കൂട്ടായ്മയും ജീവനക്കാരും ഗതാഗത മന്ത്രിയെ കാണാൻ തീരുമാനിച്ചു. സസ്പെൻഷനിലായ ഡ്രൈവർ അജിയും നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ്.
കേരളത്തിലെ 5ാമത്തെ വിമാനത്താവളം പത്തനംതിട്ടയിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി നവംബർ 1 പ്രഖ്യാപനം നടത്താനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇലന്തൂരിൽ നടന്ന അവലോകന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വരുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കൃത്യമായ സ്ഥലം അദ്ദേഹം പറഞ്ഞില്ല. നവകേരളം സങ്കല്പമല്ലെന്നും വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ പ്രദേശവാസികളായ 2 ഭീകരരുടെ വീടുകൾ ഇടിച്ചു നിരത്തിയെന്ന് റിപ്പോർട്ട്. പ്രാദേശിക ഭരണകൂടമാണ് വീടുകൾ ഇടിച്ചു നിരത്തിയതെന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ രാത്രിയാണ് സംഭവമെന്നാണ് റിപ്പോർട്ടുകൾ. ആദിൽ ഹുസൈൻ തോക്കർ, ആസിഫ് ഷെയ്ഖ് എന്നിവരുടെ വീടുകളാണ് തകർത്തത്. തോക്കർ അനന്ത്നാഗ് സ്വദേശിയും ഷെയ്ഖ് പുൽവാമ സ്വദേശിയുമാണ്. പോലീസ് ഇരുവരുടെയും രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. തകർത്ത വീടുകളിൽ സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഹാഷിം മൂസ, അലിഭായ് എന്ന തൽഹ, ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു. ഹാഷിം മൂസയും അലിഭായിയും കഴിഞ്ഞ 2 വർഷമായി കാശ്മീർ താഴ്വരയിലുള്ളവരാണ്. മൂസ 2023 ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയത്. ശ്രീനഗറിനടുത്തുള്ള ബഡ്ഗാം ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം. മൂസ വന്നതിന് ശേഷം അലി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി. ഡച്ചിഗാം കാടുകളായിരുന്നു ഇവരുടെ പ്രവർത്തന കേന്ദ്രമെന്നും പറയപ്പെടുന്നു. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി. ശനിയാഴ്ച നടക്കുന്ന ആദ്യ ക്വാർട്ടറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ നേരിടും. വൈകുന്നേരം 4:30 മത്സരം. ശനിയാഴ്ച തന്നെ നടക്കുന്ന 2ാം ക്വാർട്ടറിൽ FC ഗോവ പഞ്ചാബ് FCയുമായി ഏറ്റുമുട്ടും. രാത്രി 8 മണി മുതലാണ് മത്സരം. ഞായറാഴ്ച നടക്കുന്ന ക്വാർട്ടർ ഫൈനലിലെ 3ാം മത്സരത്തിൽ മുംബൈ സിറ്റി FC ഇന്റർകാഷിയെ നേരിടും. വൈകുന്നേരം 4:30 മത്സരം. ഞായറാഴ്ച രാത്രി 8 നടക്കുന്ന ക്വാർട്ടർ ഫൈനലിലെ 4ാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ എതിരാളികൾ ജംഷഡ്പൂർ FCയാണ്. എല്ലാ മത്സരങ്ങളും ഒഡീഷയിലെ ഭുവനേശ്വറിലുള്ള കലിംഗ സ്റ്റേഡിയത്തിലാണ് നടക്കുക. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 113.64 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും